ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാക്കണം ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കാൻ പോകണം. അപ്പോൾ നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് എന്താ പണിയെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ ഒരതിങ്ങാണ്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉപ്പേരി ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഫുള്ളായിട്ട് ഇത് അരിഞ്ഞേക്കണം. പിന്നെ ഇതാക്കണം കറി ഞാൻ സാമ്പാറായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാക്കണം സാമ്പാറിനുള്ള എല്ലാ ഇതും അരിഞ്ഞുകൊണ്ട് നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് അങ്ങനെ 2 വിസിലടുപ്പിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടോ. പിന്നെ ഇതാക്കണം ഉപ്പേരി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഇത്രയും ധൃതിയിൽ പണിയെടുക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിലേക്കും പോകാനുണ്ട് കേട്ടോ. മോൻ്റെ കാല് പിന്നെ കേട് വന്നതിൻ്റെ ശേഷം അതായത് എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാണിക്കാൻ പോണ ദിവസമാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാ പണികളും വേഗം തീർക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണം പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കണ്ട് നമ്മൾ ഉപ്പേരി അരിഞ്ഞച്ചതായിക്ക് ഇട്ടു കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയേണ്ട ഒരു വലിയ ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ ആർക്കും ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത കേടൊന്നുമില്ലല്ലോ. പിന്നെ അടുക്കള പണി എടുക്കണമല്ലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും സക്സസ് ആയി കിട്ടല്ലോ കേട്ടോ. അങ്ങനെ ഇതാക്കണം നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആക്കി കിട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണം പിന്നെ കറി പിന്നെ വറവിടാനുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഉപ്പേരിയും കറിയും ആയിട്ട് വേണം കേട്ടോ നമുക്ക് ഇനി പിന്നെ കടി ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഇതാക്കണം സാമ്പാർ അങ്ങനെ വറവിട്ടു കേട്ടോ. അങ്ങനെ പിന്നെ കറിയായി ഉപ്പേരിയായി കേട്ടോ. ഇനി ഇതാക്കണം നമുക്ക് കടി ഉണ്ടാക്കാൻ തുടങ്ങാം. അങ്ങനെ മാവ് ഞാൻ പിന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാവ് കൂട്ടി വെച്ചത് അപ്പോൾ ഇതാക്കണം നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് ഇതാക്കണം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണം ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് ചെയ്തിരിക്കണം കേട്ടോ. അങ്ങനെ ചായ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ഉള്ളേ. ഞാനങ്ങനെ പഞ്ചസാര കഴിഞ്ഞുകൊണ്ട് ഞാൻ കുപ്പിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കാൻ കുറച്ച് പഞ്ചസാര കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുപ്പിയിലാക്കി വെച്ച് നമുക്ക് കടി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ആയതുകൊണ്ട് പിന്നെ വേഗം ആവും കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന ഇഡ്ഡലിൻ്റെ തട്ടിലേക്ക് നമ്മളിങ്ങനെ മാവ് കോരി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന പിന്നെ വെള്ളം കൊണ്ട് തിളച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഒരു തട്ട് നമ്മൾ വെച്ചുകൊണ്ട് അങ്ങനെ വെച്ചിട്ടോ. പിന്നെ നമ്മൾ എന്തൊരു പണിയാളും എടുക്കണില്ല, നമുക്ക് വേഗം എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ എനിക്ക് പിടിക്കാണ്ട് വന്നിട്ടുണ്ട്. അയിമക്കും നിൽക്കണം, തിരുമ്പാൻ എല്ലാ പണികളും അവിടെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാര് പിന്നെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചൂടോടെ തന്നെയാണ് കേട്ടോ അതിൻ്റെ സ്പൂണും കൊണ്ട് വെച്ചിട്ടാണ് കേട്ടോ എടുക്കണം. കാരണം കൈ കൊണ്ട് വെക്കാനൊന്നും ഇപ്പോൾ നമുക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ധാരയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ കൈ കൊണ്ട് തന്നെ അങ്ങനെ പറിച്ചെടുത്താൽ കിട്ടും കേട്ടോ. അതിനൊന്നും നേരം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതായിട്ടിലേക്ക് ഉണ്ടാക്കി ഓരോരുത്തർക്ക് ഓരോ ചായയൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ വീഡിയോസും ഞാൻ എടുത്തില്ല. പിന്നെ നമ്മളെ തിരുമ്പലും കാര്യങ്ങളും പിന്നെ പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോണത്. വെള്ളം പിടിച്ചു കേട്ടോ. അങ്ങനെ ഇതാക്കണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ റിച്ചുവിനെയും കൊണ്ട് പിന്നെ സലീമത്തും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സച്ചുമോന് പിന്നെ ദഫ് ഉണ്ടായതുകൊണ്ട് ഓനെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാക്കണം ലാസ്റ്റ് ഞാൻ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ റൂട്ടുമലാട്ടോ വണ്ടി നിർത്തൽ. കാരണം നമ്മളെ സ്ട്രീറ്റ് പാടിയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് വണ്ടിയൊന്നും അങ്ങനെ കയറുമല്ലോ കേട്ടോ. കാരണം അവിടെയൊക്കെ ചളിപൊളിയായ ആൾക്കാർ ചീത്ത പറയും. അങ്ങനെ ഇതാക്കണ റോട്ടുമലാട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വന്ന് കയറിട്ടോ. പിന്നെ എന്തോ വെള്ളം എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ നമ്മൾ വണ്ടി നിർത്തണ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുത്തുമോന് പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല. അവന് പിന്നെ ഇതാക്കണം ഇവിടെ ബാങ്കിലേക്ക് ഒന്ന് പോകണം കേട്ടോ. അവൻ്റെ അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവനങ്ങനെ അതിന് പോകട്ടെ. അങ്ങനെ ഇതാക്കണം ഞങ്ങളെല്ലാവരും പിന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇതാക്കണേ പിന്നെ ഞങ്ങളവിടെ ടൗൺ ഉണ്ട്, അവിടെ എത്തണമല്ലോ കേട്ടോ. അപ്പോൾ കുട്ടികളെ കളിയാക്കാണ് കേട്ടോ അവർ ചെയ്യുന്നത്. അല്ലാണ്ട് വണ്ടി എടുക്കുമ്പോൾ ഡാൻസ് കളിക്കൊന്നല്ല കേട്ടോ. അങ്ങനെ നമ്മളവിടുന്ന് പോന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ പുതുക്കാട് ടൗണിലെത്തിയിട്ട് നമ്മൾ അങ്ങനെ പിന്നെ റിച്ചുമോ മുന്നിലിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓനക്ക് അതാണ് സുഖം. അപ്പോൾ എന്തായാലും ഇതാക്കണം മുത്തുമോനെ അരപ്പറ്റ ഇറക്കി ഞങ്ങൾ വിംസിൻ്റെ ജംഗ്ഷനിൽ കേട്ടോ. അവിടുന്ന് പിന്നെ ഓനോട് മേപ്പാടിയേക്ക് ബസ് കയറി പോകാനാട്ടോ പറഞ്ഞത്. അങ്ങനെ ഇതാക്കണേ വിംസിൻ്റെ അവിടുന്ന് അങ്ങനെ പോകാട്ടോ. പിന്നെ ഇത് കുറച്ച് ലോങ് അങ്ങോട്ട് പോകാണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. പിന്നെ നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാക്കണ പിന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ റോട്ടിൽ. കാരണം നേരെ വിംസിൻ്റെ അവിടേക്കാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണം നല്ലൊരു വൈബിട്ട്. പിന്നെ മഴ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ മഴക്കാലം നല്ല മൂടിയിട്ടുണ്ടായിരുന്നു, നല്ല മഴ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ പിന്നെ ഹോസ്പിറ്റലിൽ ഇവിടെ എത്തിയിട്ടോ. ഇവിടെ ഫുള്ള് വണ്ടികളാട്ടോ. ഇവിടെ വണ്ടി വെക്കാനൊന്നിനും സ്ഥലമല്ല കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല, നമ്മളങ്ങനെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടല്ലേ ഇപ്പോൾ ഇവർക്ക് എന്തായാലും വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനൊക്കെ പോകാനും തിരയാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഇതാക്കണ നമ്മളവിടെ വിംസിൻ്റെ മുന്നിലെത്തിട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളവിടെ ഇറക്കി ഞങ്ങളെന്താക്കി അവനെ പിന്നെ നമ്മൾ വീൽ ചെയറിലാട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കാരണം അവനെ നടന്ന് അങ്ങോട്ട് എത്തുമ്പോഴത്തേന് എന്തായാലും സമയമാവും. പിന്നെ ഞങ്ങൾക്ക് 22ാമത്തെ ടോക്കണായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ എക്സ്റേ എടുക്കണ്ടായിരുന്നു കേട്ടോ. ആ എക്സ്റേ എടുത്ത് വന്നിട്ടാണ് നമുക്ക് ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ഉന്തി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ആൾക്കാർ തന്നെ വരണതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ വരുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ പിന്നെ എന്താക്കിയത് ഒരാളിങ്ങനെ വന്നിട്ടോ. അവർ വിളിച്ച് പറഞ്ഞതാക്കിയപ്പോൾ വേഗം വന്നിട്ടോ.
അങ്ങനെ പിന്നെ ലിഫ്റ്റിലാട്ടോ കൊണ്ടുപോകണത്. അങ്ങനെ ഇതാക്കണ പിന്നെ അങ്ങനെ അങ്ങോട്ട് ലിഫ്റ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ ലിഫ്റ്റിൽ കൊണ്ടുപോയി കണ്ട് നമ്മൾ എക്സ്റേ എടുക്കണം അവിടെ കൊണ്ടു കണ്ട് നിർത്തിയിട്ടോ. അങ്ങനെ ഇതാ വെയിറ്റിങ്ങിലാണ് കേട്ടോ. കാരണം എക്സ്റേ എടുക്കണ അവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ കുറേ എക്സ്റേ എടുക്കണം അപ്പുറമൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിലും ആൾക്കാരാട്ടോ. പിന്നെ നമ്മളിപ്പോൾ വന്നിട്ടില്ല, അതുകൊണ്ട് പിന്നെ കുറച്ചൊരു വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ ഓൻ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിന് അവിടെ അങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഇവിടെ ഭയങ്കര തിരക്ക് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ എക്സ്റേൻ്റെ അത് കിട്ടാൻ കുറച്ച് ഒരു ടൈം പിടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ഞങ്ങളിങ്ങനെ ഇവിടെ വർത്താനം പറഞ്ഞങ്ങനെ നിന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ഇതാക്കണേ എക്സ്റേ ഒക്കെ എടുത്തങ്ങാണ്ട് അവിടെ കൊടുന്നു. പിന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കയറാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഡോക്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓനങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ നടത്തുകയാണ് കേട്ടോ. അപ്പോൾ അവനോട് നല്ല നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾക്ക് ഇനിയിപ്പോൾ ഒറ്റ കയ്യിലുള്ളതാണ് വെച്ചിട്ട് നടക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാക്കണമൊക്കെ കാണിച്ച് വന്നിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിവിടെ അങ്ങനെ പുറത്തിങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ ഇവിടെ മഴയ്ക്ക് ചാൻസ് ഉണ്ട് കേട്ടോ, പക്ഷെ മഴ പെയ്യണമൊന്നുമില്ല കേട്ടോ. എല്ലാവരും മൂടി കെട്ടിയൊരു കാലാവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കണം നമ്മൾ വണ്ടി വരാൻ വേണ്ടി, കാരണം കുറേ ക്യാൻറ്റീൻ്റെ ഒക്കെ അവിടെ താഴെ കേട്ടോ വണ്ടി കുറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഓനും അങ്ങനെ പിന്നെ നിൽക്കുക കേട്ടോ. അപ്പോൾ 2 മക്കളും ഇവിടെ പെരിയിലാക്കിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു തിന്നിക്കണോ കുടിച്ചിക്കണോ എന്നൊന്നും അറിയണില്ല. പിന്നെ ഞങ്ങളാണെങ്കിൽ ചോറും തിന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ വെറും ഒരു ചായയും കടിയും മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ 4 മണിയായിട്ടോ. അങ്ങനെ ഇതാക്കണ വണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ വണ്ടിയിൽ കയറി കണ്ട് അങ്ങനെ വിംസിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. പിന്നെ ഓനിക്ക് കാണിച്ചിട്ട് ഞാനിവിടെ നടക്കാൻ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ നല്ല നീരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡോക്ടർ എഴുതി തന്നു കേട്ടോ. അപ്പോൾ ഓനിപ്പോൾ സ്കൂൾക്കും മദ്രസക്കും പോകാതായിട്ട് ഇപ്പോൾ 4 മാസമായി. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തായാലും നിർബന്ധമാണെന്ന് കേട്ടോ. അങ്ങനെ ഇതാക്കണം അതൊക്കെ വാങ്ങിക്കൊടുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ടാക്കണേ. താങ്ക് യു.